ഹായ് ഹലോ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള പിസ്ത കേക്കും അതിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ടെടുത്ത് നല്ലപോലെ മിക്സാക്കി അരിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ 2 ടേബിൾ സ്പൂണ് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇട്ടെടുത്ത് നല്ലതുപോലെ മിക്സാക്കി മാറ്റുക. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരു 5 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ എഗ്ഗ് ആയതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 1/4 ടീസ്പൂണ് പിസ്തൻ്റെ എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് മൈദ അളന്നിട്ടുള്ള കപ്പിന് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തത് ഒരു 2-3 തവണയായിട്ട് കൊടുക്കുക. ഇടവിട്ട് ചൂടുള്ള പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്കൊരു 35-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയപ്പോൾ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ പിസ്ത കേക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാകുക. നമുക്ക് ചായക്ക് ഇതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ പിസ്തയൊക്കെ ഇട്ടുകൊണ്ട് ഇതിൽ ഇടയിൽ കടിക്കാനൊക്കെ അത് ഉണ്ടാവും കേട്ടോ, നമ്മുടെ പിസ്ത കാര്യങ്ങളൊക്കെ. ഞാൻ കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ക്രീം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഐസിങ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ലെയർ ഷുഗർ സിറപ്പും കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. പിസ്തൻ്റെ ക്രഷ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല റിച്ചായിട്ട് വേണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോർമലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ ഇതവിടെ ഞാനിതൊക്കെ ക്രീം കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് വെച്ചാൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും വ്ലോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.